ഹലോ നമസ്കാരം. നമുക്ക് ചക്ക സീസൺ ആയതുകൊണ്ട് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയതാണ്. ഇങ്ങനെ ചെയ്താൽ ഒരു വർഷം വരെ കേടുവരാതെ ഇരിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത വരിക്ക ചക്കയാണ്. ഇതാദ്യം നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കാണുന്ന വെള്ള കളർ പശ കളഞ്ഞ് ഓരോ ചുളയും എടുക്കുക. ചുളയിൽ ഉള്ള കുരു മാറ്റി കുക്കറിലേക്ക് ഇട്ട് വെള്ളം ഒഴിക്കാതെ ഇതിനെ വേവിച്ചെടുക്കണം. ഒരു വിസിൽ അടിക്കുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. വിസിൽ പോയതിന് ശേഷം ചക്ക നല്ലപോലെ ചൂടാറിയ ശേഷം ഇത് മിക്സി ജാറിൽ ഇട്ട് അരച്ചെടുക്കുക. ഈ ഫുൾ പ്രോസസ്സും നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. അരച്ച പേസ്റ്റ് നമ്മൾ കുക്കറിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കേണ്ടത്, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നമ്മൾ ഇത് ഗീ ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നത്. ഗീ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കഴിഞ്ഞ് പഴകിയ സ്മെല്ല് വരാൻ ചാൻസസ് ഉണ്ട്. ചക്കയുടെ വെള്ളം വെട്ടിയതിന് ശേഷം ലൈറ്റ് ബ്രൗൺ കളറായാൽ പൊടിച്ചു വെച്ച ശർക്കര ഇട്ട് നന്നായി വരട്ടിയെടുക്കണം. ചക്ക വരട്ടിയതിൽ മധുരം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല.
നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ലോണം പാത്രത്തിൽ നിന്നും വിട്ടുവരുന്നവരെ വരട്ടുക. ഇത് നല്ലപോലെ ചൂടാറിയ ശേഷം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഈ ചക്ക വരട്ടിയത് ചക്ക സീസൺ കഴിഞ്ഞാലും ചക്കപ്രഥമനോ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം, ചക്ക അട ഉണ്ടാക്കാനും യൂസ് ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് 1 ഇയർ വരെ കേടുകൂടാതെ ഇരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.